എടുത്തപ്പോൾ ഞങ്ങൾ 4 മാസം കൊണ്ട് സ്ഥലം മേടിച്ചു. ഞങ്ങൾ കല്ലിട്ട് അവിടെ പണി തുടങ്ങി. നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. നിങ്ങൾ എന്തെല്ലാം ആക്ഷേപം, എന്തെല്ലാം ഇല്ലില്ല എന്തെല്ലാം ഇല്ലല്ല അത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്ക്. അവിടെ പണി തുടങ്ങി, കഴിഞ്ഞ ദിവസം തുടങ്ങി. നിങ്ങൾ കേൾക്ക്. നമ്മുടെ ബിർണാണി ചോദിച്ച കുഞ്ഞുണ്ടല്ലോ, അവൻ നമ്മുടെ ചവറയിലെ ഞങ്ങളുടെ മളാക്കോസ് ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാ. നമസ്കാരമുണ്ട്. ഇതിൽ ആദ്യത്തെ ഭാഗം നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സതീശൻ സാറ് പണ്ട് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇലക്ഷനൊക്കെ തൊട്ടു മുമ്പ് ഈ വയനാട്ടിലെ ആ ദുരന്തബാധിതർക്കായിട്ട് കോൺഗ്രസ്സുകാർ പണിതു കൊടുക്കാമെന്ന് ഏറ്റിരുന്ന ഒരു 100 വീടുണ്ടല്ലോ, അതിനോടനുബന്ധിച്ച് എന്തായി വീട് പണി എന്ന് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയൊക്കെ വന്ന് വളരെ ആഘോഷപൂർവ്വം ആ കല്ലിടൽ കർമ്മമൊക്കെ കഴിഞ്ഞിട്ട് വീട് പണി തുടങ്ങാതെ കഴിഞ്ഞപ്പോൾ ഈ DYFIക്കാരവിടെ പോയിട്ട് എന്തോ ഒരു കുടിൽ കെട്ടി ഒരു പ്രതിഷേധം. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം നമുക്കറിയില്ല, അവർക്ക് എന്താ അവിടെ കാര്യമൊന്നും നമുക്കറിയില്ല. എന്തായാലും അവർ പ്രതിഷേധിച്ചു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പോൾ ഈ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്ക്, അവിടെ കല്ലിട്ട് പണി തുടങ്ങി എന്ന് ഈ പ്രതിപക്ഷ നേതാവായിരുന്ന സതീശൻ സാറ് പല കുറി ആവർത്തിച്ച് പറയുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. രണ്ടാമത്തെ വീഡിയോ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി, നമ്മുടെ ബിന്ദു കൃഷ്ണ, കൊല്ലത്ത് നിന്ന് കുറേ കാലത്തിന് ശേഷം ജയിച്ചു വരുന്ന, ആദ്യത്തെ തവണയാണ് MLA ആകണമെന്ന് തോന്നുന്നു, ആദ്യം തന്നെ മന്ത്രിയായി. അപ്പോൾ ശിശുക്ഷേമ വകുപ്പൊക്കെ മന്ത്രിയുടെ കീഴിലാണ്. അപ്പോൾ അവർ ഈ പണ്ട് ഒരു കൊച്ചു കുട്ടി UKGയിലോ LKGയിലോ പഠിക്കുന്ന ഒരു കൊല്ലം ഭാഗത്തുള്ള ഒരു കുട്ടി പറയണ്ടായി, ഞങ്ങൾക്ക് ബിർണാണി വേണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവർക്ക് ബിരിയാണി വേണം ഈ ബാലവാടിയിൽ എന്ന് ആ കുട്ടി ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അപ്പോൾ എന്ന ആ മെനുവിൽ, ബാലവാടിയുടെയൊക്കെ മെനുവിൽ ഈ ബിരിയാണി കൂടെ ഉൾക്കൊള്ളിക്കാൻ ഒരു ഉത്തരവിട്ടു. പക്ഷെ അന്ന് കളിയാക്കിക്കൊണ്ടൊക്കെ ഇപ്പോൾ ഈ പുതിയ മന്ത്രി വന്നപ്പോൾ പറഞ്ഞു, ഈ 8 രൂപയൊക്കെ കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ബിരിയാണി കൊടുക്കുക എന്നൊക്കെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ഭാഗത്ത് പറയുകയാണ്, ആ കൊച്ചില്ലേ അന്നത്തെ ആ ബിർണാണി വേണമെന്ന് പറഞ്ഞ കുട്ടി, അത് ഞങ്ങളുടെ മഹിളാ കോൺഗ്രസിൻ്റെ ഏതോ ഒരു രാധാമണി അമ്മയുടെ എങ്ങാണ്ടോ ചേച്ചിയുടെ, രാധാമണി ചേച്ചിയുടെ ഏതാണ്ട് പേരക്കുട്ടിയോ അങ്ങനെ എന്തോ കൊച്ചുമകൻ, രാധാമണി ചേച്ചിയുടെ കൊച്ചുമകനാണെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്കും തോന്നി ശരിയായിരിക്കാം, ഒരു മഹിളാ കോൺഗ്രസ് നേതാവിൻ്റെ കൊച്ചുമകനാണെന്ന് ഒരു മന്ത്രി നമ്മളോട് പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റൂ. അപ്പോൾ ഉടനെ ആ പയ്യൻ, നമ്മുടെ ബിർണാണി വേണമെന്ന് പറഞ്ഞ പയ്യൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ രാധാമണി ചേച്ചിയുടെ കൊച്ചുമകനൊന്നുമല്ല, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരിതാണ്, അമ്മയുടെ പേരിതാണ്, അച്ഛമ്മയുടെ പേരിതാണെന്നൊക്കെ പറയുന്നൊരു ഭാഗമുണ്ട്. അത് നമ്മളൊന്ന് കേട്ടു നോക്കട്ടെ വിശദമായിട്ട്. അതിനുശേഷം നമുക്കിതിനെ പറ്റിയിട്ടൊരു കാര്യം പറയാനുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കേൾക്കണം. ആദ്യം ആ കൊച്ചുകുട്ടി പറയുന്നത് കേട്ട് നോക്കാം. പുതിയ മന്ത്രിയാണ്ടി പറഞ്ഞു, ഞാൻ രാധാമണി ചേച്ചിയുടെ കൊച്ചുപോലാണ്, ഞാൻ രാമാമണി ചേച്ചിയുടെ ഒന്നും കൊച്ചുപോലല്ല. എനിക്കിഷ്ടാ നമ്മുടെ ആ ബിർണാണി ചോദിച്ച കുഞ്ഞുണ്ടല്ലോ, അവൻ നമ്മുടെ ചവറയിലെ ഞങ്ങളുടെ മളാക്കോസ് ജില്ലാ സെക്രട്ടറി രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനാ. ഞാൻ രാമാമണി ചേച്ചിയുടെ ഒന്നും കൊച്ചുപോലല്ല. എന്റെ അപ്പാമ്മയുടെ ഓമന, എന്റെ അമ്മാവിടെ റീനാത്തങ്കപ്പ. ഇത്രയുള്ള കാര്യം നോക്കൂ, നമ്മുടെ ഈ മന്ത്രി അവകാശപ്പെടുന്ന ആ രാധാമണി ചേച്ചിയുടെ ഈ കൊച്ചുമോൻ തന്നെ വന്ന്, ഞാൻ ആ രാധാമണി ചേച്ചിയുടെ കൊച്ചുമോനൊന്നുമല്ല, ഞാൻ ഇന്ന ആളുടെ ഈ കൊച്ചുമോനാണെന്നൊക്കെ പറയുന്ന ഭാഗം കേട്ട് ഒരല്പെങ്കിലും ജാള്യതയോ ഒരു ലജ്ജയൊക്കെ തോന്നണ്ടേ? എന്ത് നുണയും അല്ലെങ്കിൽ അസത്യവും ഈ പൊതുജനങ്ങളോട് വിളിച്ചു പറയുക എന്ന് പറയുന്നത് ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഈ സ്ഥാനത്തിരിക്കുന്നവർക്ക് യോജിച്ചതാണോ എന്നുള്ളത് അവർ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവരെ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളെങ്കിലും ഭാവിയിലെങ്കിലും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. നോക്കൂ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പ്രതിപക്ഷ നേതാവുമായിരുന്ന സതീശൻ സാറ് കോൺഗ്രസ് സ്പോൺസർ ചെയ്ത ആ 100 വീടിൻ്റെ പണിയെപ്പറ്റി ചോദിച്ചപ്പോൾ പറയുന്നത്, സംശയം എന്താ, നിങ്ങളവിടെ പോയി നോക്കൂ, വീട് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, എന്താ നിങ്ങൾക്ക് സംശയം, അവിടെ കല്ലിട്ട് പണി തുടങ്ങിയല്ലോ എന്നാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോഴും നമ്മൾ ഒരു മിനിറ്റ് ആലോചിച്ചു. കാരണം അതിന് തൊട്ട് മുമ്പ് പോലും അവിടെ DYFIക്കാർ സമരമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ വീട് പണി തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമ്മളൊന്നും കാണാത്ത ഏതെങ്കിലും തരത്തിലുള്ള പണി അവിടെ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്തിച്ചു പോയി.
അപ്പോഴാണ് അവിടെ ഒരു പണി നടക്കുന്നില്ല എന്ന് മനസ്സിലാകുന്നതും നമ്മുടെ സണ്ണി വക്കീൽ വന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ അടുത്തുള്ള കാശൊക്കെ തീർന്നുപോയി, ഉള്ള കാശ് കൊണ്ട് ഈ സ്ഥലം വാങ്ങിക്കാൻ പോലും കഴിഞ്ഞില്ലെന്നും ഇനി കോൺഗ്രസ് ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ വീട് പണി തുടങ്ങണമെന്നും. എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പോലും അവിടെ വീട് പണി തുടങ്ങിയതായിട്ട് ഒരു മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടില്ല. അക്കാലത്ത് ഇലക്ഷൻ സമയത്തെല്ലാം ഈ കോൺഗ്രസിന്റെ വീടിനെ പറ്റി ചോദിക്കുമ്പോൾ ആ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത് സർക്കാരിൻ്റെ ടൗൺഷിപ്പും അവിടുത്തെ ചോർച്ചയും അതിൻ്റെ കുറ്റം പറയലും അതിൻ്റെ ഡിലേയും അവർക്ക് താക്കോൽ കൊടുക്കാൻ പറ്റാത്തതും അതിനു മുമ്പ് നടന്ന ഉദ്ഘാടന മാമാങ്കത്തെ പറ്റിയൊക്കെയാണ് നമ്മളോട് തിരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ആ സർക്കാർ ടൗൺഷിപ്പിലാകട്ടെ 178 വീടുകളുടെ പണിയും പൂർത്തിയാക്കി അവർക്കെല്ലാം താക്കോലെല്ലാം കൊടുത്ത് അവർ ഓരോരുത്തരായി വന്ന് താമസം തുടങ്ങിയ വാർത്ത മാധ്യമങ്ങളിൽ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴും നമുക്ക് ചോദിക്കാനുള്ളത് ഈ കോൺഗ്രസിൻ്റെ വീട് പണി എന്തായി എന്നുള്ളത് തന്നെയാണ്. അപ്പോഴും മറുപടി എന്താ പറയുകയെന്നറിയില്ല. അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രി കൂടിയാണല്ലോ. പക്ഷെ എന്തായാലും ഭരണമൊക്കെ കയ്യിലുണ്ടാവുകൊണ്ടത് ഫണ്ടിനൊരു മുട്ടും വരില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ. കാരണം അധികാരം എവിടെയുണ്ടോ അവിടേക്ക് പണം ഒഴുകാതിരിക്കില്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. എന്തായാലും ഈ പൊതുപ്രവർത്തകരെ, രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഈ പൊതുജനങ്ങളോട് സത്യം പറയുക എന്നുള്ള ഒരു കടമയെങ്കിലും നിർവഹിക്കണം. ഈ നുണ പറയാൻ ഒരു ലജ്ജയുമില്ലാതെ എന്ത് അസത്യവും വിളിച്ചു പറയുന്ന ഒരു രീതിയിൽ നമ്മുടെ പൊതുപ്രവർത്തകർ മാറുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത് ഈ ബിന്ദു കൃഷ്ണ ഈ കൊച്ചുകുട്ടിയുടെ കാര്യത്തിലായാലും 100 വീടിൻ്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സതീശൻ സാർ പറഞ്ഞതായാലും അതൊട്ടും ഒരു പരിഷ്കൃത സമൂഹത്തിനും ഒരു രാഷ്ട്രീയ മെച്യൂരിറ്റിയുള്ള ഒരു നേതാക്കൾക്കും ചേർന്നതല്ല എന്ന് മാത്രമേ ഈ തരുണത്തിലൂടെ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.